LDF കേരളത്തിൽ തുടർഭരണത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ BJP കേരളത്തിൽ ഒരു കുറഞ്ഞത് 11 സീറ്റുമായിട്ടെങ്കിലും നിയമസഭയിൽ രംഗപ്രവേശം ചെയ്യണമെന്നാണ് പാർട്ടിയുടെ തീരുമാനവും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമാണ് നടക്കുന്നത്. കേന്ദ്രത്തിൽ നിന്ന് കേരള BJP ഘടകത്തിന് അതിശക്തമായ സമ്മർദ്ദമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ വലിയ മുന്നേറ്റം കുറിക്കണം. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തിരിക്കണം. പല മുനിസിപ്പാലിറ്റികളുടെയും ഭരണം BJPയിലേക്ക് തന്നെ വരണം. തുടർന്ന് കേരളത്തിലെ പല പ്രധാനപ്പെട്ട നിയമസഭാ സീറ്റുകളിലേക്കാണ് ഉന്നം വെച്ചിരിക്കുന്നത്. BJP 11 ഇടങ്ങളിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കനുസരിച്ച് പറയുന്നുണ്ട്. 9 ഇടങ്ങളിൽ 2ാം സ്ഥാനത്തും പറയുന്നുണ്ട്. പക്ഷേ ഈ 11 എണ്ണമില്ലെങ്കിലും 4-5 മണ്ഡലങ്ങളിൽ ഉറപ്പായും BJPയുടെ വിജയം ഉണ്ടാകും എന്ന് തന്നെ പറയാം. അങ്ങനെ നോക്കുമ്പോൾ ആദ്യം നമ്മൾ എടുക്കേണ്ടത് നേമം മണ്ഡലത്തിലേക്ക് വരിക. 2016 ഇവർക്ക് വിജയം കിട്ടിയ മണ്ഡലമാണ്. 2021 പിടിപ്പുകേട് കൊണ്ട് തന്നെ നഷ്ടപ്പെട്ട മണ്ഡലവുമാണ് നേമം. അത് ഇക്കുറി തിരിച്ചു പിടിക്കണം എന്നാണ് BJP കണക്ക് കൂട്ടുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ നിരവധി വാർഡുകളുള്ള നേമം മണ്ഡലത്തിൽ അവിടെ BJPക്ക് വലിയ മുൻതൂക്കമാണ് കിട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് RSS ശാഖകൾ ധാരാളമുള്ള ഇടം കൂടിയാണ് നേമം. അവിടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ തന്നെയായിരിക്കും മത്സരിക്കുക എന്നാണ് അറിയുന്നത്. രാജീവ് ചന്ദ്രശേഖർ അവിടെ നേമം മണ്ഡലത്തിലെ മുൻപന്തിയിൽ തന്നെയാണ് നിന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. നേമം എങ്ങനെയെങ്കിലും, അതായത് നേമത്ത് പക്ഷേ ശിവൻകുട്ടി തന്നെ വീണ്ടും മത്സരിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ മത്സരം അതിശക്തമായി മാറാനുള്ള സാധ്യത പോലുമുണ്ട്. കാരണം ശിവൻകുട്ടി ഒരുപക്ഷെ ആരോഗ്യ കാരണങ്ങളാലൊക്കെ ചിലപ്പോൾ മാറി നിൽക്കാം. ഇനി മത്സര രംഗത്തേക്കില്ല എന്ന് പറയാൻ സാധ്യതയുണ്ട്. കാരണം ശിവൻകുട്ടിയാ മത്സരിക്കുന്നതെങ്കിൽ ചിത്രം മാറുമെന്ന് പറഞ്ഞത് ശിവൻകുട്ടിക്ക് താഴെ തട്ടിൽ വലിയ ബന്ധങ്ങളാണുള്ളത്. വോട്ടർമാരെ നേരിട്ട് പേരെടുത്ത് വിളിക്കത്തക്കവണ്ണം മണ്ഡലവുമായിട്ടുള്ള പരിചയം ശിവൻകുട്ടിക്കുണ്ട്. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ നിൽക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് അത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ ഒരു വിഷൻ ഉണ്ടെന്നുള്ളതാണ്. ആ വിഷനും കേന്ദ്ര സഹായവും കൂടിയാകുമ്പോൾ നേമത്തിന് ഒരു വലിയ വികസന കാഴ്ചപ്പാടുമുള്ള ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ ഏതിനായിരിക്കും മുൻതൂക്കം എന്നുള്ളതായിരിക്കും കാണേണ്ടത്. ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ ഇനിയൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം നിയമമണ്ഡലത്തുകാർക്ക് വരുന്നില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ ആരാണ് എന്നുള്ളതും എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ എത്തിക്കാൻ കഴിയും എന്നുള്ളതും ഒക്കെ അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേമം മണ്ഡലം BJPക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നാണ്. അതാണ് അവർ ഏറ്റവും പ്രധാനമായിട്ട് നേടിയെടുക്കാൻ കഴിയുന്ന ലിസ്റ്റിലുള്ള മണ്ഡലങ്ങളിൽ ഒന്ന്. മറ്റ് പ്രധാനമായിട്ട് വരുന്നത് കായംകുളം മണ്ഡലത്തിലേക്ക് പോയാൽ, ആലപ്പുഴ ജില്ലയിലെ കായംകുളം, ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച് 3 ലക്ഷത്തോളം വോട്ടാണ് അവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നേടിയെടുത്തത്. അതിൽ കായംകുളം മണ്ഡലം, കായംകുളത്ത് പ്രതിഭാകരിയാണ് ഇപ്പോഴത്തെ സിറ്റിംഗ് MLA. അന്ന് കോൺഗ്രസിൽ നിന്ന് മത്സരിച്ചത് 2021 അരിത ബാബു ആയിരുന്നു. അരിത ബാബു അവിടെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അരിത ബാബുവിന് വേണ്ടി പ്രിയങ്ക ഗാന്ധി വരെ മണ്ഡലത്തിൽ ഇറങ്ങി പ്രചാരണം നടത്തുകയും ചെയ്തു. CPMകാർ പാൽക്കാരി എന്നൊക്കെ പറഞ്ഞ് ഈ ക്ഷീരകർഷകയെ പരിഹസിക്കുകയും ഒക്കെ ചെയ്തത് അവർക്ക് വലിയ തിരിച്ചടി നേരിടുകയും ചെയ്തു. പക്ഷേ പ്രതിഭാകരിക്ക് ഇനി ഒരു സാധ്യത അവിടെ കാണുന്നില്ല. പക്ഷേ അവിടെ കായംകുളത്തേക്ക് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരാൻ പോകുന്നത് ശോഭാ സുരേന്ദ്രൻ ആയിരിക്കും. ശോഭാ സുരേന്ദ്രൻ അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കായംകുളം മണ്ഡലത്തിൽ 48,000-ത്തിലധികം വോട്ട് പിടിച്ചു. അവിടെ വിജയിച്ച KC വേണുഗോപാൽ 50,000 വോട്ട് മാത്രമാണ്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ എത്രത്തോളം വലിയ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതെന്ന് നോക്കണം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ പിന്നിൽ നിന്നിരുന്ന
ആ മണ്ഡലം ഇപ്പോൾ BJPക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലാണ് മാറിയിരിക്കുന്നത്. ഈ കായംകുളം മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ നിൽക്കുകയാണ് ഇപ്പോൾ. അത് ഈ സുരേഷ് ഗോപി തൃശ്ശൂരിലെ പ്രകടനം നടത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ പാർട്ടിയിൽ പലരും പറയുന്നുണ്ട് അതൊരു മാതൃകയാക്കണം എന്ന്. ശോഭാ സുരേന്ദ്രനും അത് പറഞ്ഞ കൂട്ടത്തിലാണ്. അങ്ങനെ മാതൃകയാക്കി കഴിഞ്ഞാൽ വിജയം സുനിശ്ചിതമാണ് എന്നുള്ള രീതിയിൽ പ്രധാനമന്ത്രിയുടെ പല പദ്ധതികളും ശോഭാ സുരേന്ദ്രൻ മണ്ഡലത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. നിങ്ങളുടെ മക്കൾ വിദേശത്ത് പോകുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായം ആവശ്യമില്ലേ? അതിനായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ വായ്പാ പദ്ധതികൾ, ആവാസ് യോജന, ഇതെല്ലാം ശോഭാ സുരേന്ദ്രൻ ഓരോ പ്രസംഗ വേദികളിലും പറയുമ്പോൾ ജനങ്ങൾ അത് വളരെ ഹർഷാരവത്തോടു കൂടിയാണ് അത് ഏറ്റെടുത്തത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഫലമാണ് അവിടെ 3 ലക്ഷം വോട്ട് ശോഭാ സുരേന്ദ്രന് നേടിയെടുക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ തുടർച്ച എന്നോണമായിട്ടാണ് കായംകുളത്ത് ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കുന്നത്. കായംകുളത്ത് നിർത്തിക്കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് വലിയ വിജയം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിയമം കഴിഞ്ഞാൽ ഇവർക്ക് എത്താൻ കഴിയുന്ന, വിജയിച്ചു വരാൻ കഴിയുന്ന ഒന്ന് കായംകുളമാണ്. അവിടെ ശോഭാ സുരേന്ദ്രനെ തന്നെ നിർത്തുകയും വേണം. ഇല്ലെങ്കിൽ അത് പാർട്ടിക്ക് വേറൊരു തരത്തിലേക്ക് തിരിച്ചടി ഉണ്ടാവും. കായംകുളം മണ്ഡലത്തിൽ അങ്ങനെ വരുമ്പോൾ 3 വനിതാ സ്ഥാനാർത്ഥികൾ ഏറ്റുമുട്ടുന്ന മണ്ഡലമായി മാറുകയും ചെയ്യും. കോൺഗ്രസിൽ നിന്ന് അരിതാ ബാബു തന്നെയാണെന്നാണ് അറിയുന്നത്. CPM-ൽ നിന്ന് അവിടെ CS സുജാത മത്സരിക്കും എന്നറിയുന്നുണ്ട്. എന്തായാലും വനിതാ മണ്ഡലമായിട്ട് തന്നെ അത് മാറും. അടുത്തത് BJPക്ക് വരാൻ വിജയസാധ്യത ഉള്ള, വിജയം ഉറപ്പാക്കാവുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് മഞ്ചേശ്വരം. ഈ മഞ്ചേശ്വരം നമുക്കറിയാം സുരേന്ദ്രന്റെ തട്ടകമായിരുന്നു. നിസ്സാര വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. 2021 സുരേന്ദ്രൻ ഹെലികോപ്റ്റർ പിടിച്ചു കോന്നിയിലേക്ക് പോകുന്നു, കോന്നിയിൽ നിന്ന് മഞ്ചേശ്വരത്തേക്ക് വരുന്നു, കോന്നി മഞ്ചേശ്വരം, മഞ്ചേശ്വരം കോന്നി, അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടി. എന്തിനു വേണ്ടി ഓടി? ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നുവെങ്കിൽ 2021 സുരേന്ദ്രൻ നിയമസഭയിൽ എത്തുമായിരുന്നു. 2016 വിജയിച്ച മണ്ഡലം 2021 കളഞ്ഞു. 2021 ജയസാധ്യതയുള്ള മണ്ഡലം മനഃപൂർവ്വം കളഞ്ഞു. ഇതാണ് BJPക്ക് ഇങ്ങനെയുള്ള ചില കുഴപ്പങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയാവുന്ന ഒന്നാണ് ഈ പാലക്കാട്. പാലക്കാട് എന്ന് പറഞ്ഞാൽ ഈ പടല പിണക്കമാണ് കുഴപ്പം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. 2016 ശോഭാ സുരേന്ദ്രനോട് പാലക്കാട് മത്സരിച്ചതാണ്. അത് PK കൃഷ്ണദാസ് ആയിരുന്നു എതിരായിട്ട് നിന്നത്. അതിശക്തമായ മത്സരമായിരുന്നു. 2021 വന്ന് മെട്രോമാൻ ശ്രീധരനാണ് ഷാഫി പറമ്പിലുമായിട്ട് ഏറ്റുമുട്ടിയത്. ശ്രീധരൻ വിജയിച്ചു എന്നുള്ള ഘട്ടം വരെ എത്തി. ഏതാണ്ട് 3000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഉള്ളായിരുന്നു ഷാഫിക്ക് വിജയത്തില്. അപ്പോൾ അവിടെ BJPക്ക് സാധ്യതയുണ്ട്. പക്ഷെ അവരുടെ ഈ ഒടുക്കത്തെ പടലപ്പിണക്കം കാരണം പലതും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ 2025 നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ പോലും അവർക്ക് വേണ്ടത്ര ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നുവെങ്കിൽ അവിടെ പിടിച്ചെടുക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. പല അവസരങ്ങളും അവർ വേണ്ട തരത്തിൽ ഉപയോഗിക്കാതെ മനഃപൂർവ്വം കളഞ്ഞു കുളിക്കുന്ന ഒരു രീതിയാണ് BJPയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പാലക്കാട്. അതുപോലെ തന്നെ മഞ്ചേശ്വരം നിസാര വോട്ടുകൾക്ക് പരാജയപ്പെട്ടത്. അത് K സുരേന്ദ്രൻ താൻ വലിയ നേതാവാണ് എന്ന് സ്വയം ഭാവിച്ചുകൊണ്ട് 2 മണ്ഡലത്തിൽ പോയി മത്സരിക്കുക. ഇതാണ് ഇവിടെ കേരളത്തില് ഒരു സീറ്റ് പോലും നേടാതെ നിൽക്കുമ്പോൾ ഒരു BJPയുടെ ഒരു നേതാവ് ഓടി നടന്ന് പല മണ്ഡലങ്ങളിലായിട്ട് മത്സരിക്കുക എന്ന് പറഞ്ഞ് എന്ത് അധിക സാമ്പത്തിക ചെലവുകളാണ് ഉണ്ടാക്കി വെക്കുന്നത്. അതൊന്നും തന്നെ പരിഗണിക്കാതെയാണ് K സുരേന്ദ്രൻ ഇത്തരത്തിൽ ഇറങ്ങിയത്. അതുപോലെ അപ്പോൾ നേമം, കായംകുളം, പിന്നെ ഉറപ്പായിട്ടും നേടിയെടുക്കാവുന്ന മണ്ഡലങ്ങളാണ് ഞാൻ ആദ്യം സൂചിപ്പിക്കുന്നത്. മഞ്ചേശ്വരം നിസാര വോട്ടുകൾക്ക് പരാജയപ്പെട്ടിടത്ത് ഇത്തരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാമെങ്കിൽ വിജയം ഉറപ്പാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്ക് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് 4 മണ്ഡലങ്ങളാണ് പ്രധാനമായിട്ട് ഇവർ നോട്ടമിടുന്നത്. നേമം കഴിയുമ്പോൾ വട്ടിയൂർക്കാവില് ഏതാണ്ട് 2ാം സ്ഥാനത്ത് വരെ എത്തി. CPM-നെ 3ാം സ്ഥാനത്തേക്ക് വിടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ കഴക്കൂട്ടത്ത് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചു, മുരളീധരൻ മത്സരിച്ചു, വീണ്ടും V മുരളീധരൻ മത്സരിക്കുമെന്നാണ് അറിയുന്നത്. അവിടെ കടകംപള്ളി സുരേന്ദ്രൻ ഇക്കുറി മത്സരിക്കില്ല. 2 ടേൺ പൂർത്തിയാക്കുന്നുണ്ട്, സ്വയം പിന്മാറുന്നു എന്നാണ്
അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പൊ മുരളീധരന് ഇപ്പോൾ ആ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് വരുന്നത് കാട്ടാക്കട മണ്ഡലമാണ്. കാട്ടാക്കട മണ്ഡലം ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലാണ്, മലയോര മേഖലയാണ്. ബി ജെ പിക്ക് ഏറെ സാധ്യതയാണ്. പി കെ കൃഷ്ണദാസാണ് അവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കുറിയും കൃഷ്ണദാസിനെ അവിടെ നിന്ന് മാറ്റുന്നില്ല എന്നുള്ളതാണ്. പാലക്കാട് എന്ന് പറഞ്ഞാൽ ഈ പടല പിണക്കമാണ് കുഴപ്പം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. 2016 ശോഭാ സുരേന്ദ്രൻ അവിടെ പാലക്കാട് മത്സരിച്ചതാണ്. അത് പി കെ കൃഷ്ണദാസ് ആയിരുന്നു എതിരായിട്ട് നിന്നത്. അതിശക്തമായ മത്സരമായിരുന്നു. 2021 വന്ന് മെട്രോമാൻ ശ്രീധരനാണ് ഷാഫി പറമ്പിലുമായിട്ട് ഏറ്റുമുട്ടിയത്. ശ്രീധരൻ വിജയിച്ചു എന്നുള്ള ഘട്ടം വരെ എത്തി. ഏതാണ്ട് 3000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഉള്ളായിരുന്നു ഷാഫിക്ക് വിജയത്തില്. അപ്പോൾ അവിടെ ബി ജെ പിക്ക് സാധ്യതയുണ്ട്. പക്ഷെ അവരുടെ ഈ ഒടുക്കത്തെ പടലപ്പിണക്കം കാരണം പലതും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ 2025 നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ പോലും അവർക്ക് വേണ്ടത്ര ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നുവെങ്കിൽ അവിടെ പിടിച്ചെടുക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. പല അവസരങ്ങളും അവർ വേണ്ട തരത്തിൽ ഉപയോഗിക്കാതെ മനഃപൂർവ്വം കളഞ്ഞു കുളിക്കുന്ന ഒരു രീതിയാണ് ബി ജെ പിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പാലക്കാട്. അതുപോലെ തന്നെ മഞ്ചേശ്വരം നിസാര വോട്ടുകൾക്ക് പരാജയപ്പെട്ടത്. അത് കെ സുരേന്ദ്രൻ താൻ വലിയ നേതാവാണ് എന്ന് സ്വയം ഭാവിച്ചുകൊണ്ട് 2 മണ്ഡലത്തിൽ പോയി മത്സരിക്കുക. ഇതാണ് ഇവിടെ കേരളത്തില് ഒരു സീറ്റ് പോലും നേടാതെ നിൽക്കുമ്പോൾ ഒരു ബി ജെ പിയുടെ ഒരു നേതാവ് ഓടി നടന്ന് പല മണ്ഡലങ്ങളിലായിട്ട് മത്സരിക്കുക എന്ന് പറഞ്ഞ എന്ത് അധിക സാമ്പത്തിക ചെലവുകളാണ് ഉണ്ടാക്കി വെക്കുന്നത്. അതൊന്നും തന്നെ പരിഗണിക്കാതെയാണ് കെ സുരേന്ദ്രൻ ഇത്തരത്തില് ഇറങ്ങിയത്. അതുപോലെ അപ്പോൾ നേമം, കായംകുളം, പിന്നെ ഉറപ്പായിട്ടും നേടിയെടുക്കാവുന്ന മണ്ഡലങ്ങളാണ് ഞാൻ ആദ്യം സൂചിപ്പിക്കുന്നത്. മഞ്ചേശ്വരം നിസാര വോട്ടുകൾക്ക് പരാജയപ്പെട്ടിടത്ത് ഇത്തരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാമെങ്കിൽ വിജയം ഉറപ്പാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്ക് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് 4 മണ്ഡലങ്ങളാണ് പ്രധാനമായിട്ട് ഇവർ നോട്ടമിടുന്നത്. നേമം കഴിയുമ്പോൾ വട്ടിയൂർക്കാവില് ഏതാണ്ട് 2ാം സ്ഥാനത്ത് വരെ എത്തി. CPM-നെ 3ാം സ്ഥാനത്തേക്ക് വിടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ കഴക്കൂട്ടത്ത് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചു, മുരളീധരൻ മത്സരിച്ചു, വീണ്ടും വി മുരളീധരൻ മത്സരിക്കുമെന്നാണ് അറിയുന്നത്. അവിടെ കടകംപള്ളി സുരേന്ദ്രൻ ഇക്കുറി മത്സരിക്കില്ല, 2 ടേൺ പൂർത്തിയാക്കുന്നുണ്ട്, സ്വയം പിന്മാറുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പൊ മുരളീധരന് ഇപ്പോൾ ആ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് വരുന്നത് കാട്ടാക്കട മണ്ഡലമാണ്. കാട്ടാക്കട മണ്ഡലം ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലാണ്, മലയോര മേഖലയാണ്. ബി ജെ പിക്ക് ഏറെ സാധ്യതയാണ്. പി കെ കൃഷ്ണദാസാണ് അവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കുറിയും കൃഷ്ണദാസിനെ അവിടെ നിന്ന് മാറ്റുന്നില്ല എന്നുള്ളതാണ്.